അറിയോ, ഈ വീട്ടിൽ വന്നാൽ പിന്നെ സ്നേഹത്തോടെ എന്നെ ഒന്ന് നോക്ക പോലും ചെയ്തിട്ടില്ല. എന്ത് ചെയ്താലും കുറ്റം. എന്റെ സങ്കടവും വിഷമവും ഒന്നും ഞാൻ ആരെ അറിയിക്കാറില്ലെന്നേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ മരിക്കാൻ വരെ തോന്നിയിട്ടുണ്ട്. എന്റെ കുഞ്ഞെ, അരുതാത്ത ചിന്തയൊന്നും വേണ്ട. പിന്നെ ഞാൻ എന്തിനാ അങ്കിളെ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്? എത്ര വട്ടം എന്റെ അമ്മ നമ്മളെ വീട്ടിൽ പോകാൻ എന്നെ നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഇതിനേക്കാളൊക്കെ എല്ലാ സൗകര്യവും സുഖവും എനിക്ക് എന്റെ വീട്ടിലുണ്ട്. പിന്നല്ലാതെ, അത് വീടാണോ? കൊട്ടാരമല്ലയോ കൊട്ടാരം. എന്നിട്ടും ഞാൻ എന്റെ വീട്ടിൽ പോകാത്ത എന്താന്ന് അങ്കിളിന് അറിയോ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എനിക്ക് ഈ വീട്ടിൽ വേണുവിനോടൊപ്പം ജീവിക്കാനുള്ള കൊതിയുണ്ടാ. എന്റെ വയറ്റില് വേണുവിന്റെ കുഞ്ഞു വളർന്നു വരുന്നോണ്ടാ. സാവിത്രി ആന്റി എന്നെ തള്ളിക്കളഞ്ഞോട്ടെ, പക്ഷെ ഈ കുഞ്ഞിനെ എടുത്ത് കളയാനാവോ? ഇതിനോടെങ്കിലും ഇത്തിരി സ്നേഹം കാണിച്ചൂടെ? ഒക്കെ ശരിയാവും മോളെ. എന്റെ മോള് വിഷമിക്കാതെ. ആര് സ്നേഹിച്ചില്ലല്ലോ? എന്താ ഈ അങ്കിൾ സ്നേഹിക്കുന്നില്ലയോ നിന്നെ? ആ അമ്പിയ എന്ന് പറഞ്ഞ നശൂലത്തെ ഒഴിവാക്കി തന്നേക്ക ഈ അങ്കിൾ. പോരെ പോരെ. അങ്ങനെ നിർബന്ധിച്ചാരെ കൊണ്ടും എന്നെ സ്നേഹിപ്പിക്കണ്ട. അങ്ങനെ അല്ലത്. അതാ ഞാൻ പറയുന്നത്, ഗീതു മോള് താഴേക്കൊക്കെ ഒന്ന് വരണമെന്ന്. ഇടയ്ക്ക് സാവിത്രിയോടൊപ്പം അടുക്കളയിലൊക്കെ ഒന്ന് കയറണം. ചുമ്മാ ഒന്നും ചെയ്യണ്ട, ഒരു മേൽനോട്ടമൊക്കെ ആയിട്ട്. പിന്നെ വേണുവിന്റെ അടുത്തൊക്കെ ഒന്ന് എന്നിരിക്കണം. പറ്റുന്നുണ്ട് ഇത്തിരി കുഴമ്പോ തൈലമോ ആ വൈദ്യുതി കൊടുത്തുവിട്ട് എണ്ണയോ എടുത്ത് അവന്റെ ദേഹത്തിട്ടൊന്ന് തടവി കൊടുക്കണം. പറ്റുന്നുണ്ടേ മതി. ചുരുക്കി പറഞ്ഞ ഞാൻ ഇവിടെ അടിമയെ പോലെ പണിയെടുക്കണം. ഇനി അതും കൂടി ചെയ്താലേ എല്ലാവരും ഇവിടെ എന്നെ സ്നേഹിക്കുള്ളൂ അല്ലേ? അതിനെന്നെ കിട്ടില്ല അങ്കിളെ. ഇതെങ്ങാണോ എന്റെ അമ്മ അറിഞ്ഞ ഈ നിമിഷം കൊണ്ടുപോയി എന്നെ ഇവിടുന്ന്. കക്ഷത്തിരിക്കുന്ന പോവാനും പാടില്ല, ഉത്തരത്തിരി എടുക്കണം വേണമെന്നൊക്കെ പറഞ്ഞ വലിയ പാടാ. എന്തോ ആ അമ്പിയ അവൾ ഇങ്ങനൊക്കെ ചെയ്തിട്ടാ സാവിത്രിയെ മണിയടിച്ച് പാട്ടിലാക്കിയത്. അതാ ഞാൻ പറഞ്ഞത്. സാവിത്രി ആന്റി മഹാറാണിയൊന്നും അല്ലല്ലോ, അടിമപ്പണി ചെയ്താൽ മാത്രമേ ഇഷ്ടപ്പെടൂന്ന് വെക്കാൻ. പിന്നെ അംബിക, അവക്കതിന് കഴിയും. അവളെ പോലെയാണോ ഞാൻ? ഞാനേ സീതാലക്ഷ്മിയുടെ മോളാ, സീതാലക്ഷ്മിയുടെ മോള്. എന്നെ വേണു മാത്രം ഇവിടെ സ്നേഹിച്ചാ മതി. മതി, പ്രശ്നം തീർന്നല്ലോ. അതാ അങ്കിള് പറഞ്ഞത്, ഇവിടെ ഇങ്ങനെ മുറി അടച്ചിരിക്കാതെ താഴേക്കൊക്കെ ഒന്ന് വരാൻ. ഇപ്പോഴാവുമ്പോഴേ ആരും തടയാനോ അധികാരം പറയാനോ അവിടെ ഇല്ല. അമ്പിയ ഡോക്ടറുടെ വീട്ടിൽ പോയിരിക്കുക മോളെ കാണാൻ. ആ സാവിത്രി അമ്പലത്തിലെങ്ങാണ്ട് നിരങ്ങാൻ പോയിരിക്കുക. വരുമ്പോ കുറച്ച് സമയം കഴിയും. കുറച്ചുകൂടെ സുന്ദരിയായി വേണുവിന്റെ മുമ്പിൽ ചെന്നൊന്ന് നിക്ക്. വേണമെങ്കിൽ ഒരു സാരി അങ്ങ് കൊടുത്തോ. അയ്യേ, സാരി കൊടുക്കാനൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തോന്ന് ഇത്ര അറിയാൻ? ചുമ്മാ അരയിലിങ്ങനെ ചുറ്റിക്കെട്ടിയാ പോരായോ? ഏതായാലും ശരി, വേണോ ഗീതു മോളെ കണ്ടങ്ങനെ കണ്ണ് തള്ളണം. ആ മനസ്സിലായോ പറഞ്ഞേ? ആ എന്നാ പെട്ടെന്ന് റെഡിയായി താഴേക്ക് വാ. വാ. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? അച്ഛനിപ്പോഴും നല്ല ആരോഗ്യം ഉണ്ടടാ. നീയൊക്കെ നടന്ന മാതിരി കള്ളും കഞ്ചാവ് ഉപയോഗിക്കാത്തതിന്റെ ഗുണമാ. എന്നാലും അമ്പിയെ ഒറ്റയ്ക്കാ ഡോക്ടറുടെ അടുത്ത് വിട്ടത് ശരിയായില്ല. കാര്യം മോളെ കാണാനെന്നൊക്കെ പറയുമെങ്കിലും സത്യമതാവണമെന്നില്ലല്ലോ. മരം ചാടി പഠിച്ച കുരങ്ങനല്ലേ, അതെപ്പോഴും ചാടിക്കൊണ്ടേയിരിക്കും. ശീലം മാറുമോ? ഇവിടാണെ നീ വേറൊന്നിനും ആവാതെ ഇരിക്കുക. കുറ്റം പറയാൻ ഒക്കുമോ? അമ്പിയ ഒരു പെണ്ണല്ലേ, അതും ചെറുപ്പം. നിന്റെ തള്ള അതിന് കൂട്ടുനിൽക്കുന്നതായി എനിക്ക് മനസ്സിലാവാത്തത്. കഷ്ടം. കണ്ടറിയാത്തവന് കണ്ണി കൊള്ളുമ്പോഴേ അറിയൂ.
എന്താ ഒരു സൗന്ദര്യം! ഇതൊക്കെ എവിടെ കൊണ്ടുവച്ചിരിക്കായിരുന്നേ? വായിങ്ങോട്. ആഹാ, ഇപ്പോഴാ ഗീതുമോൾ എന്റെ വേണുവിന് ജോഡിയായത്. ഒന്ന് ചുമ്മാ ഇരി അങ്കിള്. ഇനി നിങ്ങൾ തമ്മിൽ അയക്കും. ഞാൻ വെറുതെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ലേ? വേണു, എത്ര നാളായി നമ്മളിങ്ങനെ തനിയെ പരസ്പരം കണ്ടിട്ട്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല വേണു. എന്താ ചെയ്യാ, എപ്പോഴും ഒട്ടിച്ചു വെച്ചതുപോലെ കൂടെ കൂടിയിരിക്കല്ലേ ചിലര്. എത്ര തള്ളിക്കളഞ്ഞാലും അപമാനിച്ചാലും എനിക്കൊന്നുമില്ല. എനിക്ക് വേണുവിനെ വിട്ടു പോകാനും കഴിയില്ല. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഞാൻ വേണുവിനോടൊപ്പം ഉണ്ടാകും. എന്നെങ്കിലും എല്ലാരും മനസ്സിലാക്കും എനിക്ക് വേണുവിനോടുള്ള സ്നേഹം. എന്നെ കൈയൊഴിയല്ലേ വേണു. എന്റെ സ്നേഹം കാണാതിരിക്കല്ലേ. വേണുവിനോടൊപ്പം അല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല. എന്താ ചെയ്യാ, ഇത്രയൊക്കെ താണുകേണു പറഞ്ഞിട്ടും ഇതെന്ത് റിയാക്ഷനാ വേണു? ഒരുമാതിരി ചെകുത്താൻ കുരിശു കണ്ടതുപോലെ. എനിക്കറിയാം, ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന്. നിങ്ങളെ വശീകരിച്ചു വെച്ചിരിക്കുകയല്ലേ അവള്, ആ അംബിക. കണ്ടട നിരങ്ങി നടന്ന അവളേക്കാൾ ശുദ്ധിയുണ്ട് എനിക്ക്. എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ പിശാചി തള്ളയ്ക്കും അവളെ മതി. ഞാൻ വെറും 7-ാം കൂലി അല്ലേ? അതെന്താ വേണു അങ്ങനെ? നിങ്ങൾക്ക് എന്താ എന്നെ ഇഷ്ടപ്പെട്ടാല്? ഞാൻ സുന്ദരിയല്ലേ? എനിക്ക് എന്താ ഒരു കുറവ്? വേണുവിനെ എനിക്ക് എത്ര ഇഷ്ടാന്നറിയോ? വേണു എന്റെയാ, എന്റെ മാത്രം. ഒരാൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണം നിന്നെ. വേണു, നമുക്ക് ജീവിക്കണം. ഇവിടെ വേണ്ട, രാജ്യം വിട്ടുപോകാം. പാരീസിലോ ലണ്ടനിലോ പോയി താമസിക്കാം. വേണുവിന് എവിടെയാ ഇഷ്ടം? പാരീസിലാണോ? ഞാൻ അമ്മയോട് പറഞ്ഞ് എല്ലാം അറേഞ്ച് ചെയ്യാം. എന്താ, സന്തോഷമായി എന്റെ വേണുവിന്? ഇനി എന്ത് വാഗ്ദാനം തന്നാലാ നീ എന്നെ ഒന്ന് സ്നേഹിക്കുന്നേ? നിനക്ക് മിണ്ടാൻ കഴിയണ കാലത്ത് നീ പറഞ്ഞാ മതി. ഉച്ചവാണല്ലേ നിനക്ക് എന്നോട്? ആ നാണം കെട്ടവളോടാ നിനക്ക് ഇപ്പോഴും ഇഷ്ടമല്ലേ? നീയും നിന്റെ ഒരു അംബികയും. അവളിപ്പോ പോയിരിക്കുന്നതേ നിന്റെ മോളെ കാണാനൊന്നും അല്ല. അവളിപ്പോ ആ ഡോക്ടറുടെ കട്ടിലിൽ കാണും. നിനക്ക് ഇനി നാണമില്ലേടാ ആ അംബികയും കാത്തു കഴിയാൻ? നീ ഒരാണല്ലേ? എന്താ, ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ നിനക്ക്? എന്നെ കൊല്ലാൻ തോന്നുന്നുണ്ടോ? നീ എന്നെ കൊല്ലോ? നീ നിന്റെ അമ്പയ്ക്ക് വേണ്ടി എന്നെ കൊല്ലോടാ? കൊല്ലടാ, എന്നെ കൊല്ല. നീ എന്നെ സ്നേഹിച്ചാ മതി. എന്നെ മാത്രം സ്നേഹിച്ചാ മതി.
പറഞ്ഞു ഇതുവരെ? കാലത്ത് എഴുന്നേറ്റ് സാരിയും വാരി ചുറ്റി അമ്പലത്തിലേക്കാന്നും പറഞ്ഞങ്ങ് പോയാ മതിയല്ലോ. പിന്നെ ഞാൻ എന്താ വേണ്ടത്? നിങ്ങളെപ്പോലെ കളർ ഡ്രസ് മാറി മാറി ഇട്ടോണ്ട് ഇവിടെ ഇങ്ങനെ കസേരയിൽ ഞെളിഞ്ഞിരുന്ന് വലിയ വർത്താനവും പറഞ്ഞ് നാട്ടുകാരെയും വീട്ടുകാരെയും വെറുപ്പിച്ചോണ്ട് ഞെളിഞ്ഞിരിക്കണമായിരുന്നോ? നിങ്ങൾക്ക് സന്തോഷമായിരുന്നേനെ അല്ലേ? ഓ, തറുതല. എന്തു പറഞ്ഞാലും തറുതല. ശരിക്കും ഞാൻ നിന്നെയാണോ താലി കെട്ടിയത്, അതോ നീ എന്നെയാണോ താലി കെട്ടിയത്? എനിക്കൊരു സംശയം. നിങ്ങൾക്ക് ഈ സംശയം ഇപ്പോഴാണോ തോന്നി തുടങ്ങിയത്? എനിക്കിതേ എന്നേ തോന്നി തുടങ്ങിയതാണെന്നറിയോ? ഉത്തരവും കിട്ടി. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. അതിന് നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ, ഓരോന്നങ്ങ് ഊഹിച്ച് പറയല്ലേ. സാവിത്രി, നീ എവിടെയായിരുന്നു ഇതുവരെ എന്നാ എന്റെ ചോദ്യം. അമ്പലത്തിലായിരുന്നു എന്നുള്ളതാണ് എന്റെ ഉത്തരം. ഏതമ്പലത്തില്? എന്തിനാ? ഒന്ന് അറിയാനാണ് എന്റെ പൊന്നെ. എനിക്കും നാളെ നിന്റെ കൂടെ ഒന്ന് വന്നാ കൊള്ളാവുന്നുണ്ട്. എന്തിന്? അമ്പലത്തിൽ വരുന്നത് എന്തിനാ? തൊഴാൻ. എന്റെ ഈശ്വര, ഭഗവാനും കഷ്ടകാലം തുടങ്ങിയല്ലോ. ഓ, എന്നെ അങ്ങ് കൊല്ലേ. അതും നടക്കില്ലല്ലോ. ദുഷ്ടനെ പന പോലെ വളർത്തുന്നല്ലേ പറയാറ്. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ എന്റെ ഭാര്യയെ. നിന്നെ രാവിലെ അമ്പലത്തിൽ കോമഡിയാണോ പഠിപ്പിക്കുന്നേ, അതോ നീ കോമഡി ട്യൂഷന് പോകുന്നുണ്ടോ? എന്തു പറഞ്ഞാലും കോമഡി തന്നെയാ പറയുന്നേ. എന്തിനാ തമാശകൾ പഠിക്കാൻ വേറെ വല്ലയിടത്തും പോകുന്നത്? ഇവിടെ തന്നെ നടക്കുന്നുണ്ടല്ലോ ആവശ്യത്തിൽ കൂടുതൽ തമാശ. നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നേ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അതേ സാവിത്രി, നീ ഇപ്പൊ അങ്ങോട്ട് പോവണ്ട. അവിടെ വേണുവിന്റെ അടുത്തേ ഗീതുമോളുണ്ട്. അവര് വല്ലതും തമാശ കാണിച്ചോണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ എന്തിനാ വെറുതെ അവിടെ പോയി കട്ടുറുമ്പാവുന്നേ? ചിരിക്കുന്നു? നിങ്ങളൊരു തന്തയാണോ? നിങ്ങളങ്ങോട്ട് മാറിക്കേ. തൊട്ട് പോകരുത് തന്നെ. ആ, ഇവിടെ മൊത്തം കുഴപ്പിക്കുവോ ആവോ? വേണു, താൻ എന്തെങ്കിലും മിണ്ടാൻ തുടങ്ങിയ അന്ന് പറയണം നിനക്ക് എന്നെ മതിയെന്ന്. പറയൂ, പറയണം. ഇല്ലെങ്കിൽ കൊല്ലും ഞാൻ. ദാ ഇങ്ങനെ അങ്ങ് കൊല്ലും ഞാൻ. എന്താ ഇത്? ഗീതു എന്താ ഇവിടെ? ഇവർക്ക് എന്താ ഇവിടെ വന്നൂടെ? ഞാൻ നിങ്ങളോടല്ല ചോദിച്ചത്, ഇവളോടാ. ഗീതു പറയും. ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുക. അമ്മ എന്താ ഇവിടെ? വരികയാണെങ്കിൽ തന്നെ വാതിൽ ഒന്ന് തട്ടിയിട്ട് വന്നൂടെ? അതല്ലേ മര്യാദ. നീ എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനും എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനും ഒരു മുറിയിലുണ്ടെന്നറിഞ്ഞിട്ടും ഇങ്ങനെ വാതിലും തള്ളി തുറന്ന് വരിക എന്ന് പറഞ്ഞ അല്ലേ വേണു? ഇത് കുറെ കഷ്ടാ. ഞാൻ പറഞ്ഞല്ലേ എന്റെ സാവിത്രി. മോശമായി പോയി. നീ വാ. ഞാൻ പറഞ്ഞല്ലേ എന്റെ സാവിത്രി. മോശമായി പോയി. നീ വാ. ഗീതു, നീ പോ. ഞാൻ വേണുവിന്റെ അടുത്തൊന്ന് നിന്നാലെന്താ? ആകാശം ഇടിഞ്ഞു വീഴൂ. അതിന് നിനക്ക് അധികാരം ഉണ്ടാകണമെങ്കിൽ വേണു നിന്റെ കഴുത്തിലൊരു താലി കെട്ടണം. അതില്ലാത്തടത്തോളം കാലം ഇങ്ങനെ ഒരു അവകാശം നിനക്ക് ഈ വീട്ടിലില്ല. താലി കെട്ടിയിട്ടാണോ സാവിത്രി ഗീതുവിന്റെ വയറ്റിൽ വേണുവിന്റെ കുട്ടി വളരുന്നത്? അതിനുള്ള പേര് നാട്ടുഭാഷയിൽ വേറെയാ. സാവിത്രി, എന്ത് വേണം സാവിത്രിക്ക്? നോക്ക്, നമ്മുടെ മോന്റെ മുഖത്ത് നോക്ക്. ഇവളിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും പിടഞ്ഞു പൊട്ടുക അവന്റെ നെഞ്ച്. അത് നീ എങ്ങനെ അറിഞ്ഞേ? ഞാനേ ഇവന്റെ അമ്മയാ. അവന്റെ മനസ്സ് പറയുന്ന എനിക്ക് കേൾക്കാം. ഓലക്ക മനസ്സ് പറയുന്നത് കേൾക്കുന്ന്. ചുമ്മാ നിന്നങ്ങ് വിളമ്പിയൊക്കെയല്ലേ. ഈ ഗീതു മോള് വേണുവിന്റെ അടുത്ത് നിൽക്കരുത്. അതല്ലേ നിന്റെ ആവശ്യം? വേണുവിനെ ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നീയും നിന്റെ പുന്നാര മരുമോളും കൂടെ തെണ്ടാൻ പോയില്ലേ? എന്റെ മോനെ നോക്കാൻ ഈ ഗീതു മോള ഉണ്ടായിരുന്നത്. ആ നന്ദിയെങ്കിലും കാണിക്കടി. നോക്കാനും അന്വേഷിക്കാനും ഒക്കെ വേണു താലി കെട്ടിയ ഒരു പെണ്ണുണ്ട്, അംബിക. അംബിക
എന്നിട്ട് എവിടെ അവള്? അങ്ങനെ വേണുവിനെ അംബികയ്ക്ക് മാത്രം തീരെഴുതി കൊടുക്കണ്ട. അത് അമ്മ ആഗ്രഹിക്കുകയും വേണ്ട. എന്നെ ഒഴിവാക്കിയിട്ട് അവള് മാത്രം വേണുവിനോടൊപ്പം ജീവിക്കണ്ട. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. കുറെയായി ഞാൻ നിങ്ങൾ തരുന്ന അപമാനവും സങ്കടവും ഒക്കെ ഉള്ളിലൊതുക്കി ഈ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി എനിക്ക് വയ്യ. ഇനി ഞാനാ വേണുവിനോടൊപ്പം ഈ മുറിയിൽ കഴിയാൻ പോകുന്നത്. താലിമാഹാത്മ്യവും പറഞ്ഞ് ഓരോ ചുറ്റലും കഴിഞ്ഞ് അംബിക വരുന്നുണ്ടെങ്കിൽ അമ്മ അവളെ അമ്മയുടെ റൂമിൽ കയറ്റി കിടത്തണം. അതാവുമ്പോ അമ്മയ്ക്കും പുന്നാര മോക്കും സ്നേഹിക്കാനും ഉമ്മ വെക്കാനും ഒക്കെ ഇഷ്ടം പോലെ സമയം കിട്ടും. എന്തേ? പിന്നെ അവൾ ഊര് ചുറ്റി നടന്ന കഥയും പറഞ്ഞു തരും. അത് കേട്ട് സുഖിക്കാമല്ലോ. സാവിത്രി, നീ എന്താടി പറഞ്ഞത്? എന്തേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താ ഒന്നുകൂടെ പറയണോ? പറയേ. പെണ്ണാണെങ്കി നീ ഒന്നുകൂടി പറഞ്ഞു നോക്ക്. പറഞ്ഞ നിങ്ങൾ എന്നെ ഇനി അടിക്കോ? കൊല്ലും ഞാൻ. ഇനി നിങ്ങൾ എന്നെ തൊട്ടാ. എന്നെ സ്നേഹിക്കാൻ ഇഷ്ടമില്ലാത്തവര് എന്നെ ശിക്ഷിക്കാനും വരണ്ട. വരരുത്. തൃപ്തിയായല്ലോ? ഒരു നല്ല ദിവസം നശിപ്പിച്ചപ്പോ സമാധാനമായല്ലോ നിനക്ക്? നീയൊക്കെ എന്തിനാടീ വെറുതെ അമ്പലങ്ങളിൽ നിന്ന് ഇറങ്ങുന്നേ? മനസ്സ് നന്നാവണം, എന്നാലേ കാര്യമുള്ളൂ. ഇത് വെറുതെ പോറ്റുമാർക്ക് കാച്ചു കൊടുക്കാൻ പോണത്. ഓരോ പാഴുകൾ ഇങ്ങനെ ജീവിച്ച് നിൽക്കുക, മനുഷ്യന് പണിയുണ്ടാക്കാൻ. മോനെ, ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഈശ്വരനുണ്ട് എന്റെ മക്കൾക്ക്. എന്താ ഹരി? ഒന്നുമില്ല. മനസ്സെ ഓർത്തിട്ടാവൂലേ? പേടിക്കാനൊന്നുമില്ല. അവൾ ഉറങ്ങി. അവൾക്കെന്താ ഇങ്ങനെയൊക്കെ? എന്നെ കണ്ടിട്ടാവും. എന്നെ കാണുമ്പോ എന്റെ കുട്ടിക്കിപ്പോ ഭയമല്ലേ ഗൗരി? വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. അവക്ക് അവിടെ എത്തിയപ്പോ ഓർമ്മ വന്നു കാണും. അവിടെയല്ലേ മനസ്സ് വീണതും അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതും. ഹരി, അല്ലാതെ ഹരിയെ കണ്ട് ഭയന്നിട്ടൊന്നും അല്ലത്. അന്ന് ഡോക്ടർ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഇനിയും ചിലപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. അത് നമ്മൾ ബാലൻസ് ചെയ്യും. ഞാനില്ലേ ഹരിക്ക്. പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ? പതിയെ പതിയെ മനസ്സ ഹരിയുടെ ആ പഴയ കുട്ടിയാവും. എനിക്ക് ഉറപ്പുണ്ട്. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ സഹിച്ചോളാം. അവളുടെ കൺവെട്ടത്ത് പോലും ചെന്ന് നിൽക്കാതെ കഴിഞ്ഞോളാം ഞാനിവിടെ. അവൾക്ക് സുഖായ മതി. അവളുടെ മനസ്സ് വിഷമിക്കാതിരുന്നാ മതി. സിദ്ധാർത്ഥം പറഞ്ഞാവോ ശരി. മാനസയുടെ ഉള്ളിലിപ്പോ എന്നോടുള്ള സ്നേഹം ബാക്കിയുണ്ടാവോ? ഒരു തരി സ്നേഹമെങ്കിലും ഇല്ലായിരിക്കുമല്ലേ? അവളുടെ ശത്രുവായിരിക്കും ഞാനിപ്പോ, ഇല്ലേ ഗൗരി? ഹരി പ്ലീസ്. ഓരോ വിധി നോക്കണേ. ഹരി സിദ്ധാർത്ഥനോട് സംസാരിച്ചോ? ഹരി സിദ്ധാർത്ഥനെ കണ്ടിരുന്നോ എന്ന്? എനിക്കങ്ങനെ തോന്നി. അവൻ പറഞ്ഞെന്നാണോ ഇതൊക്കെ?
സത്യമല്ലേ? അല്ല, അങ്ങനെയൊന്നും അല്ല സത്യം. ഹരിയെ ആർക്കും ഒരു ശത്രുവായിട്ടൊന്നും കാണാനാവില്ല.